കുറേ ചപ്പൻ ചോറ് നിങ്ങൾക്ക് ഇതിൽ കാണാം. മീഷോൻ്റെ ആമസോണിൻ്റെ കവറും പാട്ടയും തകിടും ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ അടുക്കള വൃത്തിയാക്കുന്നതിൻ്റെ ഭാഗമായിട്ടൊന്ന് വൃത്തികേടായതാണ്. അപ്പോൾ ഉണ്ടായിരുന്ന സാധനങ്ങളൊക്കെ ഞാൻ ചപ്പും ചവറും കൊട്ടയും വട്ടിയൊക്കെ ഞാൻ മാറ്റിയെടുക്കുകയാണ്. ഇത് മെഴുകാണ് കേട്ടോ. നമ്മുടെ നടയിൽ കത്തിക്കണ മെഴുകുതിരി ഉരുകി വീഴുമ്പോൾ അല്ലാണ്ട് ഇങ്ങനെ കുറ്റിയിലൊക്കെ ബാക്കി വരുമല്ലോ. അപ്പോൾ അതൊക്കെ ഞാൻ എടുത്തിട്ട് ഇങ്ങനെ ഇതാക്കി വെക്കുക. അപ്പോൾ ഞാൻ നമ്മുടെ ആ ഒരു പച്ചമേശ അലമാരി ഒന്ന് ഒതുക്കിയതാണ്. നമുക്ക് വേറൊരു സാധനം അൺബോക്സ് ചെയ്യാനുണ്ട് നമ്മുടെ വീട്ടിൽ അരിച്ചക. അപ്പോൾ നമ്മുടെ ചാനലിൽ ഒരാൾ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ ഒരു നേക്കിന് വലിച്ച സാധനം കിട്ടുമെന്ന്. ആദ്യത്തെ വലിയിൽ പോന്നു, പക്ഷേ രണ്ടാമത്തെ ആ ഒരു സ്റ്റിച്ച് വിട്ടു പോരുന്നുണ്ടായില്ല. പിന്നെ കുറച്ച് പണിപ്പെട്ടിട്ടാണ് എടുത്തത്. പക്ഷെ എന്തായാലും ആദ്യത്തെ ആ ഒരു ടിപ്പ് വലിച്ച് പോന്നപ്പോഴത്തേനും ഭയങ്കര കോൺഫിഡൻസ് ആയിരുന്നു. ആ ഒരു ടിപ്പ് സൂപ്പറായിരുന്നു. പക്ഷെ രണ്ടാമത്തേൽ എനിക്കെന്തോ അത് വർക്കായില്ല. പിന്നെ ഞാൻ അരിവട്ടയിൽ നമ്മൾ അരിയൊക്കെ ആക്കി കുരിശൊക്കെ വരച്ച് വെച്ചിട്ടുണ്ട്. അന്നമോൾ ഒരു ദിവസം ഈ അരിച്ചാക്കിൻ്റെ മേലെ കയറിയിരുന്നപ്പോൾ കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു, അന്നമാണ് നമ്മളതിലിരിക്കരുതെന്ന്. ഞാൻ അറിഞ്ഞുകൊണ്ടിരുത്തിയതല്ല, ഞാൻ പറയാനും മറന്നുപോയി. അപ്പോൾ അങ്ങനെ നമ്മുടെ ഒരു ചാക്ക അരി മേടിച്ചിട്ടുണ്ടെങ്കിൽ ആ വലിയൊരു ചുമപ്പ് ബക്കറ്റിലും ആ സ്റ്റീലിൻ്റെ പോണിയിലും ആണ് കേട്ടോ. പിന്നെ ദൈവക സാധനങ്ങളൊക്കെയാണ് നമ്മൾ മേടിച്ചത് മീഷോയിൽ. അപ്പോൾ ഇതിൻ്റെയൊക്കെ ലോങ് വീഡിയോ ഞാൻ ഇടാം കേട്ടോ. ട്യൂഷന് പിള്ളേർ വരുന്നതിന് മുന്നേ തന്നെ എല്ലാം ഒതുക്കിയിട്ടത് രാത്രിത്തേക്കുള്ള ചോറും കറിയൊക്കെ